ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് സൂപ്പാണ്. ഞണ്ട് ഒരു 1/2 കിലോ ഞണ്ട് മതി. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അത് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് ആദ്യം തിളപ്പിച്ച് വേവിച്ചെടുക്കും. അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഉപ്പിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ ഒരു 20 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 20 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കണം. അതിന് ശേഷം ഈ നമ്മൾ തയ്യാറാക്കി ആദ്യം വെച്ച ഞണ്ട് വേവിച്ചത്, അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഗ്രേവി മാത്രം എടുത്താൽ മതി. ഗ്രേവിയും തിളപ്പിച്ച വെള്ളവും. അപ്പോൾ വലിയ പാത്രത്തിൽ 20 കപ്പ് വെള്ളം എടുത്തതിലേക്ക് ഞണ്ട് വേവിച്ചത് ആ വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും തിളപ്പിക്കണം. അപ്പോൾ ഇതിന് ഇത്തിരി തിക്നെസ് കിട്ടാനായിട്ട് ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും നല്ലപോലെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കും. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളച്ച് ഇത്തിരി കുറുകണം. ഇതൊരു 5-6 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. തിള വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല രുചികരമായ സൂപ്പാണ്. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട വെട്ടിയെടുത്തത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഒഴിക്കേണ്ടത്. അപ്പോൾ കോഴിമുട്ട ചേർക്കുമ്പോൾ നല്ല ഇങ്ങനെ പിരിവായിട്ട് കിട്ടും. ഒരു 20 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് 1/2 കിലോ ഞണ്ടിൻ്റെ ഗ്രേവിയൊക്കെയാണ് വേണ്ടത്. മാംസം ഞണ്ടിൻ്റെ തോടൊക്കെ കളഞ്ഞ് ചേർക്കണം. പാകത്തിന് കുരുമുളക് പൊടി ഉപ്പും ചേർക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില വിതറും. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൊത്തം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഞണ്ട് കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് തിളച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ബൗളിലേക്ക് എടുത്ത് ഒഴിച്ച് ആസ്വദിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 1/2 കിലോ ഞണ്ട് കൊണ്ട് 20 കപ്പ് വെള്ളവും ചേർത്ത് 20 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.